آباؤكم وإخوانكم وأزواجكم وعشيرتكم أموال اقترفتموها وتجارة تخشون كسادها ومساكين ترضونها أحب إليكم من الله ورسوله. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് നബിയേ, പഠിപ്പിച്ചു കൊടുക്കണം നബിയേ. ഇൻകാന ആബാഉക്കും വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ബാപ്പമാർ, അസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യമാർ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ പഠിച്ചോ. വഅശീറത്തുക്കും, നിങ്ങളുടെ കുടുംബക്കാർ. അംവാലിനി ഖദറസ്തുമൂഹാ, നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചുണ്ടാക്കിയ, ഒരുപാട് കൂട്ടിവെച്ച നിങ്ങളുടെ സ്വത്തുക്കൾ. വതിജാറത്ത് തഖ്ശൗന കസാദഹാ, കടം വരുമോ, അല്ലെങ്കിൽ ഈ കച്ചവടത്തിനോട് കൂടി ആകപ്പാടെല്ലാം പോവോ എന്നൊക്കെ പേടിച്ചു ഭയന്നുകൊണ്ട് നമ്മൾ നടത്തുന്ന കച്ചവടം അതിനെയാണോ? നമ്മുടെ വീടുകൾ, ആ വീടിനെ ഇനി ഇതല്ല ഇതിനപ്പുറം വെക്കണം, ഇതിനേക്കാൾ ഏറ്റവും വലിയ വീടുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ കോലത്തിലാണ് പോകുന്നതെങ്കിൽ എങ്ങനെ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബിനെക്കാൾ നിങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കച്ചവടത്തിനെയുമാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞെന്തറിയോ? ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹുവിന്റെ പ്രകരം വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം, അല്ലാഹുവിന്റെ അദാബ് വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇതേ വാചകം വെച്ചുകൊണ്ട് കെ.ബി. ഉസ്താദ് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവിടെ അതാ ഒരുപാട് സമയമായി നിങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഒരുപാട് നേരമായി നിങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കെ.ബി. ഉസ്താദ് ഇന്ന് മനുഷ്യന്റെ മടിത്തട്ടിൽ കൊടുത്ത ഉപദേശമേതാണ്? അവിടെയും അല്ലാഹുവിന്റെ ഖുർആനാ. അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടു പോയാൽ, അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടു പോയാൽ നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറുമെന്നാണ് അല്ലാഹു പറയാൻ. ഇതേ വാക്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കെ.ബി. ഉസ്താദിനെ